രണ്ട് ജീവനുകളാണ് നമുക്ക് ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ നഷ്ടമായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം സ്ഥിരീകരണം എന്നുള്ളതാണ് വനം വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. റിയ ബേബി നമുക്കിപ്പം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. റിയ, നിലവിലെ സാഹചര്യം അവിടെ എന്താണ്? കളക്ടർ എന്തുകൊണ്ടാണ് അവിടേക്ക് എത്താത്തത്? കളക്ടർ ഈ കൊല്ലപ്പെട്ട അംബികയുടെയും സതീഷിന്റെയും കുടുംബാംഗങ്ങളുമായി സംസാരിച്ചോ? സബ് കളക്ടർ ഇവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നടപടികൾ മുന്നോട്ട് പോകുമെന്നാണ് കളക്ടറുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന വിശദീകരണം. ഈ സംഭവം നടന്നതിന് പിന്നാലെ മൃതദേഹം ഇവിടെ എത്തിച്ചപ്പോൾ തന്നെ സബ് കളക്ടർ എത്തിയിരുന്നു എന്നതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം. സബ് കളക്ടർ ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. UDF നിലപാട് പക്ഷേ കളക്ടർ തന്നെ നേരിട്ടെത്തണം എന്നുള്ളതായിരുന്നു. ഇവിടെ ബന്ധുക്കൾ സ്വീകരിച്ചിരിക്കുന്നത് തങ്ങൾക്ക് ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം തുടർ നടപടികളിലേക്ക്, സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണം. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് അറിവില്ല എന്ന നിലപാടാണ് ഈ മരിച്ച അംബികയുടെയും സതീഷിന്റെയും ബന്ധുക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കാലയളവിൽ തങ്ങൾക്ക് ആരുടെ ഭാഗത്തു നിന്നും ഒരു പിന്തുണയോ സംരക്ഷണമോ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധത്തിൽ ഒരു പിന്തുണ ബന്ധുക്കൾ നൽകുന്നില്ല എന്നതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ബന്ധുക്കൾ അവരുടെ മുൻകൈ എടുത്തുകൊണ്ട് അവർ തന്നെ ഈ അംബികയുടെ മൃതദേഹം തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയത്. വിദഗ്ധമായ പോസ്റ്റ്മോർട്ടം വേണം, എന്താണ് മരണകാരണമെന്ന് അറിയണം, ആ നടപടികൾ മുന്നോട്ട് പോകട്ടെ എന്ന നിലപാട് ബന്ധുക്കൾ സ്വീകരിക്കുകയായിരുന്നു. കോൺഗ്രസ് ഈ വിഷയത്തിൽ പറയുന്നത് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു നീക്കം ഇവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. കളക്ടർ വരാത്തതിൽ ഉൾപ്പെടെ ദുരൂഹതയുണ്ട് എന്നവർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അല്പനേരം ഇവിടെ പ്രതിഷേധമുണ്ടായത്. ഇപ്പോൾ അംബികയുടെ മൃതദേഹം തൃശ്ശൂരിലേക്കും സതീഷിന്റെ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. ആ നടപടികളോടെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്നുള്ളത് UDF MP അടക്കമുള്ള ആളുകൾ ഇവിടെ തുടരുന്നുണ്ട്. അവർ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. ഈ നടപടികളും നിലപാടും ശരിയല്ല എന്നതാണ് അവരെടുത്തിരിക്കുന്ന നിലപാടുകൾ. ആ തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്ന് പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ വനംവകുപ്പ് അടക്കം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ രണ്ടുപേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. അതിൽ ഒരാൾക്ക് പരിക്കുകളുണ്ട്. രണ്ടാമത്തെ അംബികയുടെ മൃതദേഹം പുഴയോട് തീരത്തെന്നാണ് ലഭിച്ചത്. അതെന്താണ് കാരണമെന്നറിയാൻ പോസ്റ്റ്മോർട്ടം വേണമെന്ന നിലപാടാണ് വനംവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. അതിലും കോൺഗ്രസിന് പ്രതിഷേധമുണ്ട്. എന്തായാലും ഏതാണ്ട് രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധം അത് ഏതാണ്ട് ആ രീതിയിൽ തന്നെ ഇവിടെ തുടരുന്നു. പക്ഷേ രണ്ടുപേരുടെയും മൃതദേഹം ഇവിടെ നിന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശരി, റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.